ഇങ്ങനെയുള്ള നമ്മുടെ അക്വേറിയം നമ്മൾ വെറും 1000 രൂപ മുടക്കിയപ്പോൾ ഇങ്ങനെയും മാറി. അപ്പോൾ ഈ രൂപമാറ്റത്തിന് നമ്മൾ എന്തൊക്കെ ചെയ്ത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് എനിക്കറിയുന്നത് പോലെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നൊരു വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പഴയ അക്വേറിയം കഴുകി വൃത്തിയാക്കിയിട്ട് തുടച്ചങ്ങോട്ട് സെറ്റാക്കി വെക്കുക. ദെൻ നമ്മൾ ഒരു മലയുടെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. മലയല്ല, ഒരു പാറ. അപ്പോൾ ഈ പാറയുടെ ഉള്ളിൽ നിന്നാണ് നമ്മുടെ വെള്ളച്ചാട്ടം വരുന്നത്. യൂട്യൂബ് ഒരു ദിവസം തുറന്നു നോക്കിയപ്പോൾ അതിൽ കണ്ട ഒരു സംഭവമാണ് സാൻഡ് വാട്ടർഫോൾ. അപ്പോൾ അക്വേറിയത്തിൻ്റെ ഉള്ളൊരു സാൻഡ് വാട്ടർഫോൾ സെറ്റ് ചെയ്യണമെന്നുള്ളൊരു ഐഡിയയിലാണ് ഈ രൂപമാറ്റവും എല്ലാ പരിപാടികളും ഉണ്ടായത്. അപ്പോൾ സാൻഡ് വാട്ടർഫോൾ ഉണ്ടാക്കുന്ന വീഡിയോസ് കുറേ യൂട്യൂബിലുണ്ട്. നമ്മൾ ചെയ്യണതിൻ്റെ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. അതിന് പല സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായതുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കും ഈ യൂട്യൂബിലെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല, ഇതങ്ങോട്ട് ശരിയായിട്ട് മനസ്സിലായില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഒരു സാൻഡ് വാട്ടർഫോൾ സെറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ നമ്മുടെ പാറ സെറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ 2 സൈഡിലുമായിട്ട് നമ്മൾ മണലിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്തെടുത്ത എന്തോ ഒരു തരം കല്ലാണിത് നമ്മളിപ്പോൾ ഇതിൽ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കടക്കാരോട് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞ സംഭവമാണ് ഞാൻ നിങ്ങളോട് ഡയറക്റ്റ്ലി പറയുന്നത്. അപ്പോൾ ഈ കല്ലിനെ കുറിച്ച് ആധികാരികമായിട്ട് അറിയുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ കല്ലിൻ്റെ വേറൊരു ഗുണം ഇതിൽ നല്ല രീതിയിൽ ചെടികൾ പിടിക്കുന്നതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നമ്മളൊരു പ്ലാന്റഡ് അക്വേറിയം ആണ്, നമ്മൾ ചെറിയ രീതിയിലുള്ള പ്ലാന്റഡ് അക്വേറിയമാണ് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നതും. അപ്പോൾ ഇനി എന്താവുന്നുള്ളത് നമുക്ക് കണ്ടറിയാം. പിന്നെ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ കളയാൻ വേണ്ടി വെച്ചാൽ നമ്മുടെ പഴയ കല്ല് ഒരു സൈഡിൽ അങ്ങോട്ട് നിരത്തി. അപ്പോൾ ആ 2 കളറും കൂടി വന്നപ്പോൾ മഞ്ഞയും ആ വൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു ലൈറ്റ് ഗ്രേ കളറും കൂടി വന്നപ്പോൾ നല്ല രസം പോലെ നമുക്ക് തോന്നി. അപ്പോൾ ഈ കല്ലുകൾ തമ്മിലുള്ള ഈ കോമ്പിനേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ അക്വേറിയത്തിന് ആദ്യം നമ്മൾ യൂസ് ചെയ്തിരുന്ന വുഡിൻ്റെ കുറച്ച് പീസുകളുണ്ട്, അതൊന്നും നമ്മൾ ഒഴിവാക്കില്ല, അതൊക്കെ വെച്ചു. പിന്നെ നമ്മൾ വാങ്ങിച്ച കുറച്ച് പ്ലാന്റുകൾ ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ അതിൻ്റെതായ ഒരു രസത്തിൽ അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് രസമായിട്ടൊന്നും എനിക്കറിയില്ല, കാണുമ്പോൾ രസമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യും. നമ്മുടെ അടുത്ത പരിപാടി ഇതിൽ വെള്ളം നിറയ്ക്കാന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി വെള്ളം ശരിക്കും ഫുള്ളായിട്ട് നിറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഈ വെള്ളം മൊത്തം കളഞ്ഞിട്ട് ഒന്നും കൂടി നിറയ്ക്കുന്നൊരു ചടങ്ങൊക്കെ ഉണ്ട്, സാധാരണ നമ്മൾ വീഡിയോയിൽ കാണാറുണ്ട്. പക്ഷേ നമ്മൾ ആ പരിപാടി അങ്ങോട്ട് ഏറ്റെടുക്കുന്നില്ല. നമ്മളിത് വേറെ രീതിയിൽ സെറ്റ് ചെയ്യണം. നമ്മൾ ഒരു പ്രാവശ്യം വെള്ളം നിറച്ചതാ, അങ്ങനെ മതി എന്നുള്ളൊരു തീരുമാനത്തിലെത്തി ഞാൻ. അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുണം ഉണ്ടാവില്ലായിരിക്കാം, ചിലപ്പോൾ ഗുണം ഉണ്ടായിരിക്കാം. അപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യാൻ തോന്നി, അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തു. നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ തോന്നുന്നത് അത് നിങ്ങളോട് ചെയ്യാൻ, വേറെ ആരും പറയണത് കേൾക്കണ്ട. ഓക്കെ, അതാണ് എപ്പോഴും നല്ലത്. ഇതിൽ നമ്മൾ ഈ സാൻഡ് വാട്ടർഫോളിലെ സാൻഡ് ഇടുന്നൊരു ചടങ്ങുണ്ടായിരുന്നു, അത് നമ്മൾ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ എനിക്ക് പറ്റില്ല. അത് നിങ്ങൾ വീഡിയോ ഏതെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബിൽ കണ്ടാൽ മനസ്സിലാവേണ്ടതാണ്. അപ്പോൾ നമ്മൾ വല്ലാണ്ടെങ്കിലും ഡീറ്റെയിൽ ചെയ്യാൻ പോയില്ല അതിൽ, പക്ഷേ ഇത് മിസ്സായി പോവുകയും ചെയ്തു. അത് ശരിക്കും കാണിക്കേണ്ടതായിരുന്നു. അത് നമ്മൾ വെള്ളം ഒഴിച്ചതിന് ശേഷം ആ അടിയിൽ നമ്മൾ ആദ്യം കാണിച്ചില്ലേ, ആ ഒരു പാറയുടെ അടിയിൽ ഒരു പാത്രം, ആ പാത്രത്തിൽ നമ്മൾ സാൻഡ് വൈറ്റ് സാൻഡ് നിറയ്ക്കും. അപ്പോൾ ആ സാൻഡ് ഇങ്ങനെ എയർ വന്ന് കയറുമ്പോൾ അത് പുറത്തുകൂടെ വന്ന് ചാടുന്നൊരു പ്രക്രിയയാണ്. അപ്പോൾ അത് നമുക്ക് അങ്ങനെ ഡീറ്റെയിൽ ചെയ്ത് കാണിക്കാൻ പറ്റില്ല, അതിൽ നല്ല വിഷമമുണ്ട്, എല്ലാവരും നമ്മളോട് ക്ഷമിക്കുക. അങ്ങനെ നമ്മൾ അക്വേറിയം സെറ്റ് ചെയ്ത് എല്ലാ പരിപാടിയും കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരാഴ്ച ഈ അക്വേറിയം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വെള്ളമൊക്കെ സെറ്റായതിന് ശേഷമാണ് നമ്മൾ മീനുകളെ ഇതിൽ ഇറക്കി വിടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിലിടാൻ തീരുമാനിച്ചത് പ്ലാറ്റി ഫിഷിനെയാണ്. കാരണം ഇത് മൊത്തത്തിൽ ഇതിലേക്ക് ഭംഗി അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ തീരുമാനം തെറ്റായോ ഇല്ലേ എന്നുള്ളത് നിങ്ങളും താഴെ കമൻറ്റ് ചെയ്യട്ടോ. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഇതിലിനി വേറെ ഏതെങ്കിലും മീനുകൾ ഇടാൻ സജഷനായിട്ട് പറയാനുണ്ടെങ്കിൽ അതും പറഞ്ഞോ. അങ്ങനെ ഒരാഴ്ചക്കപ്പുറം നമ്മൾ നമ്മുടെ അക്വേറിയത്തിൽ നമ്മുടെ മീൻ കുട്ടന്മാരെ ഇറക്കി വിടാൻ പോവാണ്. ഓൾറെഡി ഈ മീനുകളെ ഇങ്ങനെ ഇറക്കി വിടുന്നതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഷോർട്സായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ നമ്മുടെ മീനുകൾ ഇതാ വരുന്നു, അതിൽ എൻ്റെ ഫോൺ നൈസിൽ കാണാം. അപ്പോൾ ഏകദേശം 2 ഡസൻ പ്ലാറ്റിക്കുകളെയാണ് നമ്മളിപ്പോൾ ഇറക്കി വിട്ടിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ പ്ലാറ്റിക് കുട്ടന്മാർ പുതിയ ലോകത്തിൽ നീന്തുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ മനസ്സിൽ കണ്ട കുറേയാണോ ഞാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞല്ല. പക്ഷേ എനിക്കിപ്പോൾ ഇത് ഇഷ്ടമായി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ മനസ്സിൽ കണ്ട ഒരു അക്വേറിയത്തിൽ വേറൊരു സെറ്റപ്പായിരുന്നു. പക്ഷേ നമ്മുടെ എന്താ പറയുക, ഓരോരുത്തർക്ക് ഓരോ കഴിവുണ്ടാവില്ല, അല്ലെങ്കിൽ ഓരോരുത്തർക്ക് ഓരോ കപ്പാസിറ്റി ഉണ്ടാവും, അതിനനുസരിച്ചാണ് ഓരോരുത്തർ ചെയ്യാം. അപ്പോൾ ഇനി അടുത്ത് വേറെ അക്വേറിയം ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇത് നന്നായി ചെയ്യാൻ പറ്റിയിരിക്കും എനിക്ക്. അപ്പോൾ ഇതിൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾ താഴെ എന്തായാലും രേഖപ്പെടുത്തണം. നന്നായി വെച്ചെങ്കിൽ നന്നായി, മോശമാണെങ്കിൽ മോശം തന്നെ താഴത്ത് എഴുതി നമ്മളെ നല്ല രീതിയിൽ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് നന്നായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മളതിന് ശേഷം ഇതിൽ പിന്നെ ഒരു 1.5 ഡസൻ പ്ലാറ്റീന ഇറക്കി. ദെൻ അതിൽ കുറച്ച് ഷ്രിമ്പുകൾ ആഡ് ചെയ്തു. ഇതൊക്കെ നമ്മൾ അപ്പോൾ ഷോർട്സിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ടായിരുന്നു. അത് കണ്ടവർക്ക് ആ കഥകളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അക്വേറിയത്തിൻ്റെ വീഡിയോ നമ്മളോട് അവസാനിപ്പിക്കുകയാണ്. ഇനി അക്വേറിയത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുള്ളത് നമുക്ക് തുടർന്ന് വരുന്ന വീഡിയോസിൽ നമ്മൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ കണ്ടന്റ് ഇവിടെ അവസാനിപ്പിച്ച് പുതിയൊരു കണ്ടന്റുമായിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു. ഓക്കെ, ടാറ്റാ, ബൈ ബൈ, സീ യു.